നമസ്കാരം. നിലമ്പൂരിലെ പേരുകേട്ട തറവാട്ടുകാരാണ് പി വി അൻവറിൻ്റെ കുടുംബക്കാർ. പി വി അൻവറിൻ്റെ പിതാവ് കോൺഗ്രസ്സിലെ വലിയ നേതാവായിരുന്നു, പ്രാദേശിക നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, അടിയുറച്ച കോൺഗ്രസ് വിശ്വാസി തന്നെയായിരുന്നു. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിച്ചപ്പോൾ, നിലമ്പൂർ സന്ദർശിച്ചപ്പോൾ പി വി അൻവറിൻ്റെ തറവാട്ടിലാണ് തങ്ങിയത് എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പി വി അൻവറും ഒരു കാലത്ത് കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം LDFിലേക്ക് ചേക്കേറി ഇടതുപക്ഷ സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് 2 തവണയാണ് അദ്ദേഹം വിജയിച്ചത്, MLA ആയത്. പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് എന്തോ വിഷയങ്ങളിൽ അദ്ദേഹം തെറ്റിപ്പിരിയുകയും അവിടെ നിന്നും അദ്ദേഹം നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുകയും ആര്യാടൻ ഷൗക്കത്തിനോട് 20,000-ൽ പരം വോട്ടിൻ്റെ, അത് 12,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തോൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ അസോസിയേറ്റ് മെമ്പറായി നിലമ്പൂരിൽ മത്സരിച്ച പി വി അൻവറിന് 20,000-ൽ പരം വോട്ട് നേടാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഇക്കുറി 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെയാണ് അദ്ദേഹം മത്സരിച്ചത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ അസോസിയേറ്റ് മെമ്പർ എന്ന രീതിയിൽ UDFിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ്, UDF സ്ഥാനാർത്ഥിയായി തന്നെയാണ് നിലമ്പൂരിൽ നിന്നും ബേപ്പൂരിൽ നിന്നും പി വി അൻവർ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ചത്. ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് വിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. ഇന്നലെ മാധ്യമ സമ്മേളനം വിളിച്ച് പി വി അൻവർ തന്നെ അത് വ്യക്തമാക്കി. താൻ തൃണമൂൽ കോൺഗ്രസ് വിടുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, താൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നു തൃണമൂൽ കോൺഗ്രസിന് അണികളെ ഉണ്ടാക്കുവാൻ, തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേരളത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടി പ്രയത്നിച്ചു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ നിന്നും തനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു പിന്തുണയും കിട്ടിയില്ല. എന്തിന്, താൻ ബേപ്പൂരിൽ മത്സരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് പോലും തനിക്ക് പ്രചരണം നടത്തുന്നതിന് വേണ്ടി എത്തിയില്ല എന്നുകൂടി പി വി അൻവർ എടുത്തു പറയുകയുണ്ടായി. എന്നാൽ ഇവിടെ രസകരമായ മറ്റൊരു കാര്യം ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ പാടില്ല. അത് ഇതാണ്. സാധാരണഗതിയിൽ UDFിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ LDFിൻ്റേതാവട്ടെ, ഘടകകക്ഷികൾ ജയിച്ചു വരികയാണെങ്കിൽ LDFിനോ അല്ലെങ്കിൽ UDFിനോ മന്ത്രിസഭ കിട്ടുമ്പോൾ ഒരു MLA മാത്രമുള്ള ഘടകകക്ഷികൾ മത്സരിച്ച് ജയിച്ചു വരികയാണെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം സാധാരണഗതിയിലുണ്ട്. അത് UDFിലായാലും LDFിലായാലും നിലനിൽക്കുന്ന ഒരു കീഴ്വഴക്കമാണ്. ഇക്കുറി 2026-ൽ UDFിന് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടായിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില സർവേകളും ഇത് തന്നെ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ UDFിന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു കക്ഷി മാത്രം എന്ന രീതിയിൽ മത്സരിച്ച് പി വി അൻവർ ജയിച്ചു വരികയാണെങ്കിൽ, ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് റിയാസിനെതിരെ ജയിച്ചു വരികയാണെങ്കിൽ പി വി അൻവറിന് മന്ത്രിസ്ഥാനം കിട്ടുവാനുള്ള ഒരു യോഗ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പി വി അൻവർ രാജിവെച്ചതിനാൽ ഇനി UDFിൻ്റെ ഒരു ഘടകകക്ഷിയെ അല്ലെങ്കിൽ UDFിൽ നിന്നും മത്സരിച്ച് എത്തിയ ആൾ എന്ന രീതിയിൽ ഇനി പി വി അൻവറിന് മന്ത്രിസ്ഥാനം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ജയിച്ചു വന്ന ഒരേ ഒരു MLA എന്ന രീതിയിൽ പി വി അൻവറിന് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടാവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പി വി അൻവറിൻ്റെ ഈ നടപടി മൂലം UDF ജയിച്ചു വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. UDF ജയിക്കുമോ എന്നുള്ള കാര്യങ്ങൾ വീണ്ടും ആലോചിക്കേണ്ടതാണ്. അഥവാ UDFിന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ പി വി അൻവറിന് കിട്ടാമായിരുന്ന, അല്ലെങ്കിൽ പി വി അൻവർ ജയിച്ചു വരികയാണെങ്കിൽ കിട്ടുമായിരുന്ന ഒരു മന്ത്രിസ്ഥാനം പി വി അൻവറിൻ്റെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള പിന്മാറ്റം അത് നഷ്ടപ്പെടുത്തി എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പി വി അൻവർ തികഞ്ഞ രാഷ്ട്രീയ തന്ത്രജ്ഞൻ തന്നെയാണ്. തനിക്ക് എവിടെ നിന്നാലാണ് തനിക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന സ്വഭാവം തന്നെയാണ് പി വി അൻവർ ഇതിനോടകം തന്നെ കേരളത്തിൽ രാഷ്ട്രീയമായി നടത്തിയിരിക്കുന്നത്. ആദ്യം UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നിരുന്ന പി വി അൻവർ പിന്നീട് LDFിൻ്റെ ഭാഗമായി എത്തുന്നു. LDFിൽ നിന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് MLA ആകുന്നു. പിന്നീട് പിണറായി വിജയനും CPMുമായി തെറ്റുന്നു. തൻ്റെ നയങ്ങളുമായി CPMുമായി ചേർന്ന് പോകാത്തതിൻ്റെ പേരിൽ പിണറായി വിജയൻ മലപ്പുറത്തുള്ള ജനതയെ മുഴുവൻ തീവ്രവാദികളെന്ന് പറഞ്ഞു ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുത്തു. മാത്രമല്ല പിണറായി വിജയൻ്റെ വിശ്വസ്ത സജീവനായിരുന്ന ADGP MR അജിത് കുമാറും അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശിയും കൂടി ചേർന്ന് മലപ്പുറം
ഭാഗങ്ങളിൽ, അതായത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടത്തിയ ചില സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ PV അൻവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി നിയന്ത്രിക്കുന്ന പോലീസിലെ ADGP ആയിരുന്ന MR അജിത് കുമാറിനുമെല്ലാം ആ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്നൊക്കെയാണ് അന്ന് PV അൻവർ ആരോപിച്ചത്. പിണറായി വിജയനും ഇടതുപക്ഷത്തിന്റെ പാളയത്തിലും തീയിട്ടുകൊണ്ട് തന്നെയാണ് അന്ന് PV അൻവർ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇടതുപക്ഷം വിട്ട് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കുകയായിരുന്നു. വീണ്ടും അദ്ദേഹം UDF-ലേക്ക് ചേക്കേറി. UDF-ൽ നിന്നാണ് ബേപ്പൂരിൽ നിന്നും അദ്ദേഹം മത്സരിച്ചത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ബന്ധവും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന രാഷ്ട്രീയമായി യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഒരു നേതാവായി PV അൻവർ മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനിയും PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളത് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് താൻ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതായിരിക്കും തൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങൾ എന്ന് തന്നെയാണ് PV അൻവർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വെളിപ്പെടുത്തിയത്. എന്തായാലും സമാന ചിന്താഗതിയുള്ള, അതായത് CPM-ൽ നിന്നും ഇപ്പോൾ ആശയപരമായി തെറ്റിപ്പിരിഞ്ഞ് പുറത്തു പോകുന്ന G സുധാകരൻ, TK ഗോവിന്ദൻ എന്ന് ഇങ്ങനെയുള്ള ചില നേതാക്കളുമായി കൂടിച്ചേർന്നുകൊണ്ട് പുതിയ ഒരു രാഷ്ട്രീയ മുന്നണിക്ക് രൂപം കൊടുക്കാനാണ് PV അൻവറിൻ്റെ താല്പര്യം എന്നാണ് അറിയുന്നത്. കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി. എന്നാൽ ദേശീയ തലത്തിൽ അത് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുന്ന പാർട്ടി തന്നെ ആയിരിക്കും എന്നാണ് PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് ഇനി PV അൻവറിൻ്റെ പുതിയ പാർട്ടിയുടെ നയങ്ങളും രൂപരേഖയും എന്നെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്നാൽ രാഷ്ട്രീയപരമായി ഇനി PV അൻവറിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതും കണ്ടറിയേണ്ടത് തന്നെയാണ്.